പ്രാവശ്യത്തെ ദൂതിന് വേണ്ടി എടുപ്പാൻ തക്കവണ്ണം അവയെ ചിന്തിക്കുന്ന വചനം മത്തായി സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ അതിന്റെ 7-ാമത്തെ വാക്യം വരെ പ്ലീസ് അതൊന്ന് വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. മൈക്ക് കൂടെ വായിക്കാമോ? അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരുടെ ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയെ ദുഷിക്കുന്നവർ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. അടുത്ത വാക്യം, കപടഭക്തിക്കാരെ, നിങ്ങളെ കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. നോക്കണം, ആ പദത്തിന്റെ ശക്തി ഓർത്തോണം. അവ ഈ മത്തായി സുവിശേഷം 28 അധ്യായങ്ങളുണ്ട്. 28 അധ്യായത്തിന് സവിശേഷതകൾ അവയെ നമ്മൾ പല ആവർത്തി നമ്മൾ പറഞ്ഞു. യേശു ക്രിസ്തു രാജാതി രാജാവെന്നും കർത്താതി കർത്താവെന്നും വളരെ ഗൗരവത്തോടെ ആ വാക്ക് പറയുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ആ മെസ്സേജിന് എത്താൻ പോകുന്നില്ല. സമ്പ്രദായം എന്ന വിഷയമാണ്. പൂർവികന്മാരുടെ സമ്പ്രദായം എന്ന പദം എന്റെ ഹൃദയത്തിൽ അല്പം ഞെട്ടി ചിന്തിച്ച ചില ആശയങ്ങളാണ്. മനുഷ്യന്റെ ചില സമ്പ്രദായങ്ങൾ, അപ്പോൾ തന്നെ നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും ചില സമ്പ്രദായങ്ങൾ, ലോകത്തിന്റെ ചില സമ്പ്രദായങ്ങൾ, ഇങ്ങനത്തെ പല സമ്പ്രദായം കൊണ്ട് പൊതിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം ശക്തിപ്പെടുന്നതിന് പകരം ദൈവത്തിന്റെ വചനം ദുർബലമാക്കപ്പെടുന്നു. ദൈവത്തിന്റെ വചനം ദുർബലമായി കഴിഞ്ഞാൽ നമ്മളെല്ലാം ദുർബലരായി മാറുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളാകുന്നു. ഇരുവായ്പ ഏത് വാഴക്കർ മൂർച്ചയുള്ളത് പ്രാണനെയും ആത്മാവിനെയും ശക്തി പച്ചകളെയും അവൻ തുളച്ചുകളെ ശക്തിയുള്ള ദൈവത്തിന്റെ വചനം മാനുഷ്യ കൽപ്പനയാലെ അത് ദുർബലമായി തീർന്നു കഴിഞ്ഞാൽ ഉലകം പോലും ജീവിപ്പാൻ കഴിയാതെ, നമുക്ക് പോലും ശക്തി ജീവിപ്പാൻ കഴിയാതെ അത് തരിപ്പണമായി മാറുമെങ്കിൽ അവൻ പിശാചിന്റെ അജണ്ട ദൈവത്തിന്റെ വചനം പൊങ്ങാതിരിപ്പാൻ, അത് ശക്തിപ്പെടാതിരിപ്പാൻ, അത് വ്യക്തികൾ, കുടുംബത്തിൽ, സമൂഹത്തിൽ, ജാതികളിൽ, ലോകത്തിൽ പൊങ്ങാതിരിപ്പാൻ സാത്താന്റെ ആശയങ്ങൾ പൊങ്ങി വരുമ്പോൾ അവയെ ദുർബലമാക്കാൻ പിശാചിന്റെ തന്ത്രങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വ്യക്തുന്ന ശുശ്രൂഷ അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം എത്ര ശക്തിയോടെ അവ ഉയരുന്നു, അത്രത്തോളം നാം ശക്തി പ്രാപിക്കുന്നു. കരമടിച്ചാത്മാവിൽ പറയാൻ, സാത്താനിന് പോരാടുവാൻ, സാത്താന്റെ ആശയം വെട്ടുവാൻ, സാത്താന്റെ കാഴ്ചകൾ വെട്ടുവാൻ ദൈവത്തിന് വലിയ ശക്തി ഉണ്ടെങ്കിൽ അത് ഇന്ന് രാവിലെ നടക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നാം രാവിലെ ചിന്തിച്ച വാക്ക്, ഒരു പൂർവികൻ ഉണ്ടായിരുന്നു, കർത്താവിന്റെ സാദൃശ്യത്തിലും കർത്താവിന്റെ സ്വരൂപത്തിലും ഉണ്ടാക്കിയ ഒരു മനുഷ്യനായ ആദാം. അദ്ദേഹത്തിന്റെ സമ്പ്രദായം അന്ന് അല്ലെങ്കിൽ പാപം ചെയ്യുന്നുമ്പേ, അല്ലെങ്കിൽ നിഷ്കർമ്മ യുഗത്തിൽ, അല്ലെങ്കിൽ നിഷ്പാപ യുഗത്തിൽ, മനസാക്ഷി യുഗത്തിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തനിക്ക് താൻ ചെയ്യുന്ന ചിന്തയും തന്റെ ആശയങ്ങളും ദൈവത്തിന്റെ ആശയമാണ്. ദൈവത്തിന്റെ സമ്പ്രദായത്തിലാണ് എന്നെ ഉണ്ടാക്കിയത്, ദൈവ സമ്പ്രദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, ദൈവ സമ്പ്രദായത്തിലാണ് ഞാൻ ഭക്ഷിക്കുന്ന, ദൈവ സമ്പ്രദായത്തിൽ ഉടുക്കുന്ന, സകല ദൈവ സമ്പ്രദായത്തിലാണ് എന്ന ചിന്ത മാറിയപ്പോൾ ആ ചിന്തയ്ക്ക് വിരുദ്ധമായി പൊങ്ങി വരുന്ന ഒരു സാത്താന്യ സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം തന്ത്രപ്രധാനമായി ഏത് തോട്ടത്തിനകത്തേക്ക് കയറിയിട്ട് തന്ത്രപരമായിട്ട് ആശയങ്ങൾ കൊണ്ട് ആ ഹുവയെ പൊതിഞ്ഞിട്ട്, ആശയം കൊണ്ട് കൺഫ്യൂസ് ആക്കി മാറ്റിയിട്ട് അവളാകെപ്പാടെ കൺഫ്യൂസ് ആയി പോയി. അവൻ സാത്താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് തക്ക ഉത്തരം കൊടുക്കാൻ അവനെ പറ്റാത്തത് കൊണ്ട് കൺഫ്യൂസ് ആയി, അവൻ അസ്വസ്ഥയായി പോന്നു. അസ്വസ്ഥ നിന്നപ്പോൾ സാത്താന്റെ ഉപായത്താൽ, സാത്താന്റെ കുറുക്ക ബുദ്ധിക്കകത്ത് അവൻ വീണുപോയി എന്ന് പറഞ്ഞ കാട്ടി നഗത് തമ്പുരാന്റെ സമ്പ്രദായത്തിൽ നിന്ന്
സമ്പ്രദായത്തിലേക്ക് അവൻ വഴുതിപ്പോയി. ഇന്ന് രാത്രി പരിജ്ഞാനത്തിൽ തികയുന്ന ദൈവ സമാധാനം ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവൻ നമ്മൾ വെളിപ്പെട്ടു വന്നാൽ സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കേണ്ട കാഴ്ചപ്പാട് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന് ശ്രേഷ്ഠ സമ്പ്രദായത്തിൽ നിന്ന് അവന്റെ സിസ്റ്റത്തിൽ നിന്ന് അവനെ വ്യതിചലിക്കാതെ വന്ന ദൈവത്തിന്റെ പദ്ധതി അവനെ തലപൊക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് രാവിലെ പറയാ ദൈവമേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് ദൈവത്തിന്റെ രീതിയിൽ നിന്ന് എന്റെ രീതിയിലോട്ട് അവൻ മാറിയിട്ടുണ്ടെങ്കിൽ സാത്താന്റെ രീതിയിലോട്ട് അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി വെട്ടിത്തിരുത്തി അവൻ മടങ്ങി വരുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഒന്നാമത്തെ ആദാമിന്റെ കാര്യം നാം രാവിലെ ചിന്തിച്ചതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. അവൻ ഒരു കാര്യം ഓർത്തോണ്ടോ, അവൻ ദൈവത്തിന്റെ സിസ്റ്റം ദൈവത്തിന്റെ സമ്പ്രദായത്തിൽ നിന്നും മാറിയതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത് നാം ധരിച്ച ഈ വസ്ത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? നാം ധരിച്ച ഈ വസ്ത്രമാണ് അതിന്റെ പ്രത്യക്ഷന്റെ തെളിവാണ്. ദൈവ തേജസ് കൊണ്ട് പൊതിഞ്ഞ് ദൈവത്തിന്റെ സൗരഭ്യം നിറച്ച് ദൈവത്തിന്റെ അനുരൂപ രൂപാന്തരത്തിൽ നിൽക്കുന്ന ഈ ആദാം ആ കർത്താവിന്റെ സിസ്റ്റത്തിൽ നിന്നും മാറിപ്പോയപ്പോൾ ഈ വസ്ത്രം പൊങ്ങി വന്നു തേജസ്സിന് പകരം. അതുകൊണ്ട് ശിമാറ്റി പോയിട്ട് വസ്ത്രം എടുത്താലും ആമെ പോത്തീസിൽ പോയി വസ്ത്രം എടുത്താലും ആമെ സ്തോത്ര ആമെ നമ്മൾ പാത്താശിൽ പോയി വസ്ത്രം എടുത്താലും കല്യാണിൽ പോയി വസ്ത്രം എടുത്താലും ഈ ദേശത്തിലെ ഏറ്റവും വലിയ ടെസ്റ്റേഴ്സിൽ പോയി വിലപിടിപ്പുള്ള വസ്ത്രം എടുത്താലും ദൈവം തന്ന തേജസ് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ആമെ ദൈവം തന്ന ഓജസ് ആമെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഈ സന്ദേശം ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ദാസെന്ന് പറയുന്ന വാക്കാകുന്നു. ദൈവ തേജസ് അവന്റെ സിസ്റ്റം ദൈവത്തിന് വിശുദ്ധിയാണ്. അവന്റെ സിസ്റ്റം ദൈവിക അനുസരണമാണ്. നമുക്ക് നമ്മുടെ സിസ്റ്റം അതിൽ നിന്ന് മാറിപ്പോയാൽ അവൻ പിന്നെ വാടുന്ന അവകാശത്തിനും താഴ്ചയുടെ അവകാശത്തിനും അവൻ പ്രാപ്തനായി മാറുന്നു. അത് സംഭവിക്കാതെ വരരുത്. അത് വരാതിരിക്കത്തക്കവണ്ണം ദൈവ സമ്പ്രദായത്തിൽ നിൽക്കാത്തക്കവണ്ണം നമ്മൾ ബോധ്യപ്പെടാം. രണ്ടാമത്തെ ആശയത്തിലേക്ക് വരാം. രണ്ടാമത്തെ ആശയം നമുക്കറിയാം, നോഖ എന്ന വാക്ക് നോക്കണം. എന്ന പദം രണ്ട് നോഖ എന്ന പദം. അപ്പൊ ഇത് പൂർവികന്മാരുടെ സമ്പ്രദായമാണ്. അപ്പൊ നോഖയെ ദൈവം നമുക്കറിയാം, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒറ്റ കാര്യത്തിനാണ് സൃഷ്ടിച്ചത്, ഒരു വിശുദ്ധ സന്തതിക്ക് വേണ്ടി. ദൈവത്തിന് ആരെ കിട്ടണം? പറഞ്ഞ ഉറക്കെ പറഞ്ഞ ഒരു വിശുദ്ധ സന്തതിയെ കിട്ടിയ ദൈവത്തിന്റെ സിസ്റ്റം എന്നല്ല. അവൻ നോഖയെ ദൈവം സൃഷ്ടിച്ചു കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ദൈവം അവനെ പത്തിരിക്കുമ്പോൾ ദൈവം ശപിച്ച ഭൂമി ലാമേക്കിനൊരു മകൻ ജനിച്ചു. ദൈവം ആ വാക്കൊന്ന് വായിച്ചേ. ആമേ, നിങ്ങൾക്ക് റെഫറൻസ് കിട്ടട്ടെ, വായിച്ചട്ടെ. അതിന്റെ 5-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിച്ചേ. 28-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു. 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന് നോഖ, അപ്പോൾ ആദാം എന്ന ആദ്യ മനുഷ്യനെ ദൈവം ഉണ്ടാക്കി പുറത്തെടുത്തതിന്റെ ഉദ്ദേശം ദൈവത്തിന് ഒരു വിശുദ്ധ തലമുറ വേണം. അതാ ദൈവത്തിന്റെ സമ്പ്രദായം. അതായത് ആദാമിനെ കുറിച്ച് ദൈവമിട്ട സിസ്റ്റം അതാകുന്നു. അവന് കൂടെ ഒരു വിശുദ്ധ തലമുറ ഉണ്ടാകണമെന്നാണ്. എന്നാൽ അവൻ നോഖ എന്ന അവൻ മനുഷ്യനെ ആ പൂർവിക ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഒറ്റ ഉദ്ദേശമാണ്, ദൈവം പാപത്താൽ ശപിക്കപ്പെട്ട ദൈവം പാപത്താൽ മാറ്റപ്പെട്ട ഈ ഭൂമി ശാപഗ്രസ്തമായപ്പോൾ ആ ശാപത്തിന്റെ ഭൂമിയിൽ നിന്ന് ഒരു അനുഗ്രഹത്തിന്റെ ഭൂമി ഉണ്ടാക്കിയെടുപ്പാൻ തക്കവണ്ണം ഇവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസപുത്രനാണ് എന്നുള്ള ഉദ്ദേശത്തിൽ ദൈവം നോഹ എന്ന മനുഷ്യനെ ദൈവം കണ്ടു. അപ്പോൾ ഇവൻ ആരാ? ആശ്വാസം കൊടുക്കുന്ന വ്യക്തി. മക്കള്, അപ്പൊ ആദാമിന്റെ ഉദ്ദേശം എന്തുവാ? ഒരു വിശുദ്ധ തലമുറ കൊടുക്കുക. ഓർത്തോണം, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. അവന്റെ സിസ്റ്റത്തിൽ അവന്റെ കമ്പ്യൂട്ടറിനകത്ത്
നമ്മെ കുറിച്ചും ഒരു പ്ലാൻ സിസ്റ്റം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആഡ് വെച്ച വിഷയത്തെ നമ്മൾ എവിടെയെങ്കിലും വ്യതിചലിച്ചാൽ പണി നമുക്ക് പഴത്തിന് കിട്ടും. സ്വതന്ത്രം ഒരു ചോദ്യം പറഞ്ഞ അതുകൊണ്ട് ഓർത്തോണം, ദൈവത്തിന്റെ രഹസ്യം, ദൈവത്തിന്റെ പ്ലാൻ തിരിച്ചറിയുക. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്ലാൻ തിരിച്ചറിയുക. അല്ലാതെ കൈവീശി 2 പാട്ടും പാടിയിട്ട് അവർ 2 ഗ്ലോറിയും പറഞ്ഞ് പോകുന്നതല്ല. കർത്താവിന്റെ പദ്ധതി എന്നെ കുറിച്ച്, ആദാമിനെ കുറിച്ച് പദ്ധതി ഇട്ടത് ഒരു വിശുദ്ധ തലമുറ കൊടുക്കാനാണ്. അവനെ നോഹയെ കുറിച്ച് ഇട്ടത് ഒരു ആശ്വാസപുത്രനായി മാറാനാണ്. ഈ ഞാൻ പറയുന്നത് പൂർവികന്മാർ സമ്പ്രദായത്തിന്റെ ഒരു പൂർവികത പദമാണ്. സമ്പ്രദായം പിന്നെ പറഞ്ഞോളാം. അപ്പൊ ഈ സിസ്റ്റത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇട്ടിരിക്കുമ്പോൾ ഇവനെ കുറിച്ചിട്ട സിസ്റ്റം ആശ്വാസം. ഏത് ആശ്വാസമാണ്? ദൈവം ശപിച്ച ഭൂമിയിൽ നമ്മുടേതായ ജീവിതത്തിനകത്ത് ഒരു ഉദാഹരണം വരാത്തവന് ഇവൻ എന്നെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോഹ എന്ന് പേരിട്ടോ. പക്ഷെ ഓർത്തോണ, കാലങ്ങൾ കഴിഞ്ഞു. 5-ാം അധ്യായം 6-ാം അധ്യായം വന്നു. അവിടെ വാക്ക് പറയുന്നു, നോഹയ്ക്ക് ഇവിടെ കൃപ ലഭിച്ചു. അവൻ ആ കാലം നീതിമാനായിട്ട് പ്രഖ്യാപനവും ദൈവം നടത്തി. 7-ാം അധ്യായം 8-ാം അധ്യായം 9-ാം അധ്യായം 10-ാമത്തെ അധ്യായം വരുമ്പോൾ ഒരു വലിയൊരു ശുശ്രൂഷ ഏൽപ്പിച്ചു. അവൻ 120 വർഷം നോഹ പ്രസംഗിക്കുന്നു. ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിനൊപ്പം തന്നെ ഒരു പെട്ടകം പണിയുന്നു. ആ പെട്ടകത്തിനകത്ത് അവന് 8 പേർ ചേർന്ന് 8 പേർ ചേർന്നു. പക്ഷെ ഇവർ രക്ഷപ്പെട്ട് ആരില്ലാത്ത ഉറച്ചു. അവ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ശുശ്രൂഷ സുവിശേഷം പറഞ്ഞല്ല, നടന്ന ശുശ്രൂഷ. ഏത് ശുശ്രൂഷ? ഉറക്കെ പറയാം. നടന്ന ശുശ്രൂഷ. പ്ലാൻ ഇടാൻ പോവുകയാണ്. പുതിയ പ്ലാൻ തയ്യാറാക്കുക. എന്താ പ്ലാൻ ഇട്ടത്? ആദ്യം നട്ടത് ലാലിയാലി മുന്തിരി നട്ടു. സ്വോത്രം. ആദ്യം നട്ടത് മുന്തിരി നട്ടു. ഒരു സ്വോത്രം പറയണം. ദൈവം ശപിച്ച ഭൂമിയിൽ ഇവൻ ഞങ്ങൾ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ ആശ്വാസ പുത്രനായ ഈ കക്ഷി ആദ്യം നട്ടത് സമാധാനത്തെ കെടുത്തുന്ന സത്യമാണ്. ആദ്യം നട്ടത്. മറക്കരുത്. സ്വോത്രം ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് ആശയം മറക്കരുത്. അപ്പോൾ നോഹയുടെ പുത്രന്മാർ എത്ര? 3 പേർ. ആരെയാണ്? ശേം, ഹാം, യാഫേത്ത്. ഇവരൊക്കെ നമ്മൾ പഠിച്ച വാക്കാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ആശയം മാത്രം ഇതിനകത്ത് പ്രസംഗിച്ചിട്ട് പ്രാർത്ഥിക്കാൻ, ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. ശ്രോതാ, അപ്പോൾ പൂർവികന്മാർ സമ്പ്രദായത്തിൽപ്പെട്ട കാര്യമാണ് ഞാൻ വാക്ക്. അപ്പോൾ ഈ നോഹ പ്ലാൻ നട്ടു, അല്ലെങ്കിൽ ഒരു മുന്തിരി നട്ടു. ആ മുന്തിരി തോട്ടത്തിനകത്ത് എക്കൽ മണ്ണും ശവങ്ങളും ഉള്ള സകല ആവശ്യത്ര മരങ്ങളും ഒക്കെ പുഴുകി ഈ മണ്ണ് മൊത്തം എന്തായി മാറി? നല്ല എക്കലായി, നല്ല പുഷ്ടിയുള്ള മണ്ണായി. എന്ത് വലിച്ചിട്ടാൽ 100 മീൻ എന്ത് ചെയ്യും? ആ അച്ചായ വലിച്ചിട്ടത് എന്റെ പൊന്നെ താഴെ മേൽ തട്ട് വരെ കൊല ആയിട്ടെന്ത് ചെയ്യാൻ? രക്തത്താല് ചെയ്യാം. ദൈവത്തിന്റെ പദ്ധതിയെ വെട്ടാൻ സാത്താൻ ഇടുന്ന പദ്ധതി മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതി ഓർത്തോളം. ഞാൻ ഇത് ഓരോ കാര്യം പറയുമ്പോൾ ആ വെളിപ്പാട് നമ്മുടെ മെമ്മറിക്കകത്ത് കേറണം. ദൈവത്തിന്റെ ഞാൻ ഓർത്തോണം, ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സാത്താൻ അറിയാം ഇവരെ കുറിച്ച് എന്തോ ഒരു പ്ലാൻ ഇട്ടിട്ടാണ് തമ്പുരാനെ വലിച്ചെടുത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അത് ഇവരിൽ കൂടെ നിറവേറാതിരിക്കാൻ വേറൊരു ആശയത്തെ നമ്മുടെ തലച്ചോറിനകത്തേക്ക് പിശാച് കൊണ്ടുവരും. അതിനെ പിശാച് എന്ന് പറഞ്ഞ് അവനെ ഓടിക്കാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകം പ്രാപിക്കാത്ത കാലമത്രയ ആ പിശാചിന്റെ പ്ലാനിന് അവൻ നമ്മെ താണുപോകുക. കരം തട്ടി ഈ രാത്രി പറയണം, അവൻ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പദ്ധതി ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠ പദ്ധതിയിൽ നിന്ന് എന്നെ വീഴ്ത്താൻ തക്കവണ്ണം അവൻ ഇരുട്ടിന്റെ ആത്മാവായ കർത്താവിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന സാത്താൻ മറ്റൊരു പദ്ധതിയാക്ക്. പക്ഷെ ആ പദ്ധതിയെ പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാൻ അവൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ അവൻ സാത്താൻ പരാജയപ്പെട്ട് അവൻ ലക്ഷിക്കത്തക്കവണ്ണം അടയോളത്തോടെ ഒരത്ഭുത മറുപടി ദൈവം ഒരുക്കുമെങ്കിൽ അത് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ആ പ്രാർത്ഥന. അപ്പൻ മുന്തിരി നട്ടു. അപ്പൻ അതിന് ഫലം കഴിച്ചു. അപ്പൻ നല്ല അപ്പനാണ്, പൊന്നപ്പനാണ്. അപ്പൻ അതെന്താക്കി പറഞ്ഞേ? വീഞ്ഞാക്കി. അപ്പൻ വീഞ്ഞാക്കിയ വീര്യമുള്ള വീഞ്ഞ് അപ്പന് കിട്ടി. വീര്യമുള്ള വീഞ്ഞ് അപ്പൻ കുടിച്ചു. അപ്പൻ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ നരകത്തിലാണോ എന്നില്ല. അപ്പന്റെ
വസ്ത്രം മാറിക്കിടന്ന അവസ്ഥ, അധപ്പതിച്ചു പോയി. 120 വർഷം പ്രസംഗിച്ച് അവൻ പോരാടി നിന്ന് നീതിമാനും കൃപ പ്രാപിച്ചിട്ടും ആ മനുഷ്യൻ അതാമേ ദൈവഹിതത്തിന്റെ ശക്തി വിട്ട് അടമന ഹസ്മുരാജന ഈ കാലഘട്ടത്തെ വിവേചനത്തെ വിവേചിക്കാൻ ദൈവമൊക്കെ താല്പര്യപ്പെടില്ല. അവൻ നമ്മൾ കഴിഞ്ഞ രാവിലെ പ്രാർത്ഥിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പല കാലത്ത് കാര്യം വരുന്നുണ്ട്. ശ്രേഷ്ഠ അവൻ നന്മകൾ അലങ്കരിക്കപ്പെട്ട, എല്ലാവരും പ്രശംസിക്കപ്പെട്ട, എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ പെട്ടെന്ന് അധപ്പതിച്ചു പോകുന്നത് അത് ബുദ്ധിക്ക് യുദ്ധമായ കാര്യമല്ലല്ലോ. ഇന്ന് രാത്രി കരമടിച്ചു പറയണം, അത് അവസാന ശ്വാസം വരെ ദൈവത്തിന്റെ പദ്ധതി എന്നുകൊണ്ട് നിറവേറുന്ന ആ പദ്ധതിക്ക് മുമ്പേ പിശാചിന്റെ സമ്പ്രദായം എന്റെ മേൽ കേറാതിരിക്കത്തക്കവണ്ണം സാത്താന്റെ സിസ്റ്റർ എന്റെ തലമുറയിൽ കേറാതിരിപ്പാൻ, സാത്താന്റെ സിസ്റ്റർ എന്റെ സഭയിൽ കേറാതിരിപ്പാൻ പരിജ്ഞാനത്തിൽ കവിയുന്ന അത് ദൈവ സമാധാനത്തെ ഇന്ന് രാത്രിയിൽ ദൈവജനം പ്രാപിച്ചെടുക്കണം. കരമടിച്ചു പറ, കരമടിച്ചു പറ. ഇന്ന് രാത്രിയിൽ അത് സാത്താന്റെ പദ്ധതികളെ വെട്ടുന്ന ആത്മീയ ശുശ്രൂഷ അത് ദൈവത്തിന്റെ സമ്പ്രദായത്തിലേക്ക് അത് നമ്മുടെ സമ്പ്രദായം നീങ്ങണം. അത് ആ സമ്പ്രദായത്തിന്റെ കെട്ടിനടിക്കുന്ന സാത്താന്റെ സ്വാധീനത്തെ ഇന്ന് രാത്രി സഭ അത് പോരാടി പുറത്താക്കണോ. അതിനകത്ത് ഞാൻ 1-2 ഉദാഹരണം കൂടി ആ ഭാഗത്ത് ഇൻസ്ട്രക്ഷൻ ആയിട്ട് തരാം. എഫേസ്യ ലേഖനത്തിന്റെ ആ 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാണ്. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യം പ്ലീസ് വേഗത്തിൽ കമോൺ വായിച്ചോ പെട്ടെന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അടുത്ത ജ്ഞാനത്തിന്റെ 2 ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, 3 വെളിപ്പാടിന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആത്മാവിൽ അടുത്ത തന്നെ വാക്യം ക്രിസ്തുവിനെ കുറിച്ച് ഹൃദയത്തിനകത്തൊരു പ്രകാശനം വേണം. അടുത്ത വാക്യം അവന്റെ വിളിയാലുള്ള ആശ, എന്നെ കുറിച്ച് ഉള്ള പദ്ധതി ഇട്ടിരിക്കുമ്പോൾ അവന്റെ വിളിയുടെ ആശ ഇന്നതെന്നും വിശുദ്ധന്മാർക്ക് അവരുടെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അറിയാത്തവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനം, ക്രിസ്തുവിന്റെ ജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ അറിവ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവ കൊണ്ട് മൂടപ്പെട്ട ഒരു ആത്മീയ തലമാണെങ്കിൽ ഒരു വീഞ്ഞു കുടിക്കേണ്ടി വരത്തില്ല, ഒരു പാപം ചെയ്യേണ്ടി വരത്തില്ല. ആ ദൈവ സിസ്റ്റത്തിൽ ആത്മീയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി നമുക്ക് പറയാം, എന്റെ സിസ്റ്റത്തിൽ നിന്ന് ദൈവിക സിസ്റ്റം എന്റെ സിസ്റ്റത്തെ അതിലേക്ക് വന്നിട്ട് പിശാച് സിസ്റ്റത്തിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ അവൻ സാത്താൻ പാപ തന്ത്രം വരയുമ്പോൾ അവിടെയാണ് എനിക്ക് ഏറ്റവും ഭയക്കേണ്ട മേഖല. കഴിഞ്ഞ ദിവസം ഒരു സംസാരം വന്നു, ഒരുത്തൻ അകപ്പതിച്ച് കിടക്കുന്നത് കണ്ടപ്പോ ഒരാളിനോട് ചോദിച്ചു, എന്റെ പാസ്റ്റർ ഇവൻ എന്താ ഇത്ര അകപ്പതിച്ച് കിടക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞു, അത് അവന് അറിയാം, ദൈവത്തിനും അറിയാം, പിന്നെ എനിക്ക് കുറച്ചൊക്കെ അറിയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി ചോദിച്ച വ്യക്തി എന്നോട് പറയുന്നു, പാസ്റ്റർക്ക് അറിയാമോ, ഇവൻ സ്നാനപ്പെട്ട ശേഷം എൻ ഉറ്റ സുഹൃത്തുമായിട്ട് മദ്യം കഴിച്ചത്. കർത്തൃമേശ എടുത്ത് സ്നാനപ്പെട്ട് കർത്തൃമേശ എടുത്ത ഇവൻ പാരമ്പര്യ പെന്തിക്കോസുകാരനാണ്. ഈ പാരമ്പര്യ പെന്തിക്കോസുകാരൻ ഇവൻ മദ്യപിച്ചു. ഞാൻ പറഞ്ഞു, ഇവൻ ഇതല്ല അനുഭവിക്കുന്നത്, ഇതിനെക്കോട്ടും അനുഭവിക്കും. സ്വത്ര ഇവൻ ദൈവ ഭയമില്ലാതെ, ദൈവത്തെ ശങ്കിക്കാതെ, ദൈവ സ്നേഹം വിട്ട് അന്യപ്പെട്ടു പോയി ഇവൻ പാപം ചെയ്യാൻ ഇവൻ തുനിഞ്ഞപ്പോൾ ഇവൻ അകപ്പത് ഇതുപോലെയല്ല, ഇവൻ ഇനി അകപ്പതിക്കാൻ കിടക്കുന്നേയുള്ളൂ. ഈ രാത്രി ഞാൻ ഭയത്തോടെ പറയാ, അവൻ തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്നവരെ, അവൻ ആത്മീയ വിഷയത്തെ പ്രാർത്ഥിക്കുന്നവരെ, വിശുദ്ധ ജീവിതത്തെ കാക്ഷിക്കുന്നവരെ ഞാൻ നിയോഗപ്രകാരം ദൂത് വിളിച്ചു പറയാ, അവൻ നീ 120 വർഷം പ്രസംഗിച്ചെന്നോർത്താണ് അവൻ ദൈവം നിനക്ക് തന്ന അവൻ അളവ് കോലും അനുസരിച്ച്